ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ എന്ന് പറയുമ്പോൾ അത്ര വലിയ വീഡിയോ ഒന്നുമല്ല, ഒരു ചെറിയ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാൻസിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഡാൻസ് ഉള്ളവർക്ക് അതെങ്ങനെ മാറ്റിയെടുക്കാം, അതുപോലെ തന്നെ ഡാൻസ് ഇനി വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ പാർട്ട് 1 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വരുന്ന ബാക്കിയുള്ള വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്തായാലും റിസൾട്ട് വരും. റിസൾട്ട് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അതുപോലെ തന്നെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് ഡാൻഡ്രഫ് വരാതിരിക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ്. ഞാൻ കുറെ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് പറയാം. അതായത് എൻ്റെ വീട്ടില് ഫസ്റ്റ് ഡാൻഡ്രഫ് വന്നത് എൻ്റെ അമ്മയ്ക്കാണ്. അപ്പൊ അമ്മയ്ക്ക് വന്നു കഴിഞ്ഞ് അമ്മയുടെ ചീപ്പെടുത്ത് എൻ്റെ അനിയത്തി യൂസ് ചെയ്ത്, അവളെ ചീപ്പെടുത്ത് ഞാൻ യൂസ് ചെയ്ത്, അങ്ങനെ ഇങ്ങനെ മാറി മാറിയാണ് എനിക്ക് ഡാൻഡ്രഫ് വന്നത് ഫസ്റ്റ്. അങ്ങനെ ഇതെങ്ങനെ ഞാൻ കുറെ കിടന്ന് ഇങ്ങനെ ഒരുപാട് പാക്സും അതുപോലെ തന്നെ ഒരുപാട് ഹോസ്പിറ്റലിൽ പോവുക, അതുപോലെ തന്നെ ഡോക്ടറിനെ കണ്ട് ഒരുപാട് മരുന്ന് കഴിക്കുക. മാറ്റം ഇല്ലെന്നല്ല, ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്, എങ്കിലും പൂർണ്ണമായിട്ടും കൊണ്ട് എനിക്ക് മാറുന്നില്ല. അപ്പം നമുക്ക് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ വന്ന സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ചൊറിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ നഖത്തിന്റെ ഇടയ്ക്കൊക്കെ പൊടി പൊടി പോലെ, അന്നേരം ഞാൻ ആദ്യം വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇത് വേറെ എന്തോ അങ്ങനത്തൊക്കെയാന്ന് വിചാരിച്ചു. പിന്നെ ഒരു ദിവസം ഞാൻ തന്നെ, എനിക്ക് ചൊറിച്ചിലൊന്നും പെയിനൊന്നും അല്ല, ഞാൻ ചൊറിച്ചിൽ വന്ന് ഞാനിങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ ചൊറിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പം ഇങ്ങനെ പൊടി പൊടി പോലെ വന്ന, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡാൻഡ്രഫ് വന്ന്. അതുവരെ എനിക്ക് ഇത് ഡാൻഡ്രഫ് വന്നേ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി. പിന്നെ ഞാൻ തന്നെ അതുപോലെ തന്നെ ഈ മൊബൈലിലും അതിന് യൂട്യൂബിലും ഒക്കെ നോക്കി കുറേ ഇങ്ങനെ ടിപ്സും അതും ഇതൊക്കെ ട്രൈ ചെയ്ത് അവസാനം എനിക്ക് 1-2 ടിപ്സ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ആ ഒരു ട്രൈ ചെയ്ത് എനിക്ക് മാറ്റം വന്ന്, അതായത് എനിക്ക് ഡാൻഡ്രഫ് ഇല്ല, അത് മാറ്റം വന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പം ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ ഡാൻഡ്രഫ് വരാതിരിക്കുക, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ചീപ്പ് അത് നമ്മൾ ആഴ്ചയിൽ 1 തവണയെങ്കിലും നമ്മൾ കഴുകി വൃത്തിയാക്കുക. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ചീപ്പ് നമ്മൾ മറ്റൊരാൾ യൂസ് ചെയ്യാൻ സാധിക്കരുത്. അതായത് അവരുടെ ചിലയിൽ ചിലപ്പോൾ താരം കാണും. ഇപ്പം എനിക്ക് സംഭവിച്ചാൽ എൻ്റെ അനിയത്തിയുടെ കയ്യിലെ താരം ഉണ്ടായിരുന്നു. അപ്പൊ അവളുടെ ചീപ്പ് വെച്ച് ഞാൻ യൂസ് ചെയ്ത് ചീപ്പി എൻ്റെ തലയിലും താരനായത്. എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ചീപ്പ് വെച്ച് നമ്മൾ ചീപ്പുന്ന ചീപ്പ് മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക, വേറൊരാളെ ചീപ്പ് നമ്മൾ ചീപ്പായിരിക്കുക, അങ്ങനെ ചെയ്യുക. പിന്നെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നനഞ്ഞ മുടി കെട്ടി വെക്കാതിരിക്കുക. കെട്ടി വെച്ച് കഴിഞ്ഞാൽ മുടിക്കാ വരും, അതുപോലെ തന്നെ ഡാൻഡ്രഫും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നനഞ്ഞ മുടിയോടുകൂടി നമ്മൾ ഒരു ഈർപ്പത്തോടു കൂടി നമ്മൾ കിടന്നുറങ്ങാതിരിക്കുക. അതായത് മുടി അഴിച്ചിട്ട് നമ്മൾ കിടക്കാൻ പാടില്ല. മുടി കെട്ടി വെച്ച് നന്നായിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ ചീകി കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുക. അപ്പം അത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് വളരാനും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെയർ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം നമുക്ക് എങ്ങനെ പാക്ക് തയ്യാറാക്കണേന്ന് നോക്കാം. ഇതിന് നമ്മൾ വലിയ ഐറ്റംസ് ഒന്നും ഇല്ല, 3 സാധനങ്ങൾ മതി. അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് വേണ്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയുടെ വെള്ളയാണ് വേണ്ടുന്നത്. മഞ്ഞ വേണ്ട, വെള്ള മാത്രം മതി. ഞാനിവിടെ ഒരു മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു മുട്ടയുടെ വെള്ള എടുക്കുക. രണ്ടാമത് നമുക്ക് വേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഹെയർ ഓയിലാണോ ഉള്ളത് അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ വെളിച്ചെണ്ണയാണ്. അപ്പം നിങ്ങൾ എത്രത്തോളം അളവിലാണ് നിങ്ങൾ തലയിൽ സാധാരണ രീതിയിൽ എണ്ണ തേക്കുന്നത് അത്രയും ഇത് ആഡ് ചെയ്താൽ മതി നമ്മൾ ആ മുട്ടയിലോട്ട്. അപ്പം നമുക്ക് മിക്സ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നാരങ്ങയാണ്. അപ്പം ഞാൻ ഒരു നാരങ്ങ ഫുൾ എടുത്തിട്ടില്ല, ഒരു നാരങ്ങയുടെ പകുതി. അത് നമ്മൾ ഇതിനകത്തോട്ട് പിഴിഞ്ഞൊഴിക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിനെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പം അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ഇതുപോലത്തുള്ള കോമ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇതുപോലെ പല്ലകന്നിരുന്നിരിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുടിയുടെ ഉടക്ക് ഇങ്ങനെ ചീക്കി കളയാനും ഒക്കെ എളുപ്പമായിരിക്കും. മറ്റേ നമ്മളിൽ അടുത്തടുത്തിരിക്കുന്നത് ചീറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് മുടി ഉടക്ക് പെട്ടെന്ന് പോട്ടില്ല, ഇങ്ങനെ അലിഞ്ഞിങ്ങനെ പൊട്ടി വരുന്നതായിട്ട് നമുക്ക് തോന്നും. അതുപോലെ നമ്മൾ ചീപ്പുമ്പം എപ്പോഴും താഴേന്ന് ചീപ്പുക,
ഈ ചുണ്ടത്തുനിന്ന് ഇങ്ങനെ ചീപ്പി ചീപ്പി വരിക ഹെയറിന്റെ. എന്നിട്ട് നമ്മൾ പയ്യെ പയ്യെ മുകളിലോട്ട് വരിക. അങ്ങനെ ചീപ്പുന്നതായിരിക്കും ബെറ്റർ. ഇങ്ങനെ മേലിനെ വലിച്ച് ചീപ്പി കഴിഞ്ഞാൽ നമ്മൾ മുടി ഇങ്ങനെ വലിഞ്ഞിങ്ങനെ പൊട്ടിക്ക് വരും. അതുകൊണ്ട് നമ്മൾ താഴേന്ന് ചീപ്പി ചീപ്പി വരിക. പിന്നീട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തുള്ള കോമ്പ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ബൗന്ന് ഇത് അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്കാൽപ്പിലാണ് ചെയ്യുന്നത്, ഹെയറിൽ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ സ്കാൽപ്പിലാണ് താരനുള്ളത്, അപ്പൊ സ്കാൽപ്പിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പഞ്ഞി യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ ഇവിടെ പഞ്ഞിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കൈ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കൈ കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വീഴും. പഞ്ഞിയാണ് കുറച്ചും കൂടെ നല്ല, നമ്മുടെ സ്കാൽപ്പിലൊക്കെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനും എളുപ്പമായിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുമ്പം എപ്പോഴും ഇതുപോലെ ബൗന്ന് മുടി വേണം ചെയ്യാൻ. അല്ലാതെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും പറ്റത്തില്ല. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും പിടിക്കും. അതുപോലെ തന്നെ ഇത് ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്താൽ മതി, എന്നും ചെയ്യേണ്ട. എന്നും ചെയ്താൽ നമ്മുടെ മുടിക്ക് എത്ര നല്ലതല്ല. നാരങ്ങ നീരൊക്കെ ഒഴിക്കുന്നുണ്ട്. നമ്മൾ ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്താൽ മതി. നമ്മൾ സെക്കൻഡ് ടൈം യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ തേർഡ് ടൈം ആകുമ്പോഴും തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. നമ്മുടെ ഹെയറിൽ ഡാൻഡ്രഫ് എത്രത്തോളം മാറിയിട്ടുണ്ട്, എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കല്. ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഡെയിലി തേക്കാതിരിക്കുക. ഞാൻ ഹെയറിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 10-15 മിനിറ്റ് നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഞാൻ പറഞ്ഞ കണക്ക് പല്ലകന്ന ചീപ്പ് കൊണ്ട് പയ്യെ ഇതുപോലെ ചെയ്യുക. ഞാൻ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഷാമ്പു ആണോ ഉള്ളത് അത് യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ലോറൽ പാരീസിൻ്റെ റിപ്പയറിങ് ഷാമ്പു ആണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതെ നമ്മൾ ഒരു പാത്രത്തിനകത്ത് കുറച്ച് ഷാമ്പു ഒഴിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി വെള്ളം കൂടെ ഇട്ട് ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് നമ്മളൊരു 10-15 സെക്കൻഡ് നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് ഷാമ്പു ഇട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അപ്പം നമ്മളെന്തായാലും മസാജ് ചെയ്തപ്പം നമ്മുടെ തലയിലുള്ള ആ ഒരു
താരന്റെ പൊടിയും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഷാമ്പൂ കൊണ്ട് ഉപയോഗിച്ച് ഒന്നും കൂടെ ഒന്ന് മസാജ് ചെയ്യുമ്പം അതൊക്കെ നന്നായിട്ട് പെട്ടെന്ന് പോവാനും എല്ലാം നന്നായിട്ട് സഹായിക്കും. അധികം നേരം നമ്മൾ മസാജ് ചെയ്യേണ്ട, കുറച്ച് നേരം ഒരു 10-15 സെക്കൻഡ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. അപ്പം ഇത്രയുള്ള വീഡിയോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ വേറെ മറ്റൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇത് ഡാൻഡ്രഫിൻ്റെ തന്നെ വേറെയും കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.